സഞ്ജു കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്ന് നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ പാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ട് ഉണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏടത്തി ഇതിനാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ, ഇത് പഞ്ചസാരയിൽ ഉപ്പാ. ഏടത്തി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നിട്ട് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി, വേണ്ട. കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി, ഇവിടെ നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുറിക്ക് സമ്മതിക്കണം. ഇതെന്താ ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശ ഇഡ്ലിയോ? ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ ഏടത്തി, ഇത് പാത്രത്തിനടപ്പാ. ദോശകല്ലത് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവിടെ മാർക്കാം. ഞങ്ങളും കൂടെ സഹായിക്കാട്ടെത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ ആരും സഹായിക്കണം. ആഹാ, ഇന്നും മരുമകളുടെ കൈകൊണ്ടാ പാചകം. ഇന്ന് മുതൽ ഞാനാ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. I'll give you a wonderful breakfast. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃത്തം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തറക്കുക. ഏട്ടത്തിക്ക് നല്ല സ്പീഡ്. ഓ, ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്? എന്ത് കറിയോ ആവട്ടെ. എങ്ങനെ ഉണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാത്? ആനയ്ക്കുറക്കാനാ? ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകളുണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്ക് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോ. സഞ്ജു, സഞ്ജു, this is not matter of food, but the matter of intimacy. സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങന്മാരാ. അവിടെ വൈഫിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നോട് ഈ ഇഷ്ടക്കേട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലെന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലെന്താ? ഒന്നും സംഭവിക്കില്ല. അയ്യോ, അതാരും കഴിക്കല്ലേ, ഞാനിപ്പോ ചത്തുവേ. അയ്യോ, 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 അയ്യോ. കേട്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേ വരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ? പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച്? അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ, കുശുമ്പ്, പിന്നെ ഒരു ചാക്ക് പൊസസീവ്നെസ്സും. എന്താ അതിന്റെ മലയാളം? സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി.
ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല. നിങ്ങൾ വിജയിച്ചു. അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നു അല്ലേ? അങ്ങനൊന്നുമില്ല ഏട്ടത്തി. ഞങ്ങൾക്ക് അധികാരം ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തിയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം. ചിലപ്പോ തോന്നും അവൾക്കൊരു നട്ട് കൂടുതലാണെന്ന്, ചിലപ്പോ തോന്നും ഒന്ന് കുറവാണെന്ന്. ഇന്നവൾ അടുക്കളയിൽ എന്തെല്ലാമ കാട്ടിക്കൂട്ടിയത്. പാവം അച്ഛന്റെ ഒരു കാര്യം. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേടോ ഞാനിപ്പോഴും വിഭാരനായിട്ട് കഴിയുന്നത്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, അൺമാരീഡ് സ്കൗണ്ടൽസ് ആർ ബെറ്റർ ദാൻ മാരീഡ് സ്കൗണ്ടൽസ്. അതായത് വിവാഹം കഴിഞ്ഞ ഇരപ്പാളികളെക്കായി ഭേദം വിവാഹം കഴിക്കാത്ത ഇരപ്പാളികളാണെന്ന്. തനിക്ക് ഫീൽ ചെയ്തു? ഏയ്, പക്ഷെ മലയാളത്തിൽ വേറൊരു ചൊല്ലുണ്ട് സാർ. വിവാഹിതര് പട്ടിയെ പോലെ ജീവിച്ച് അവസാനം രാജാവിനെ പോലെ മരിക്കും, അവിവാഹിതര് രാജാവിനെ പോലെ ജീവിച്ച് അവസാനം പട്ടിയെ പോലെ മരിക്കും. എന്താ സാർ, സാറിന് ഫീൽ ചെയ്തോ? അത് താൻ എനിക്കിട്ടത് താങ്ങിയതാണല്ലോ. ആ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാർത്ഥമാണു. തന്നെ പോലെ മനസ്സിൽ എരിവിരി സഞ്ചാരമൊന്നും വേണ്ടല്ലോ. മഹാകവി കുഞ്ഞൻ നമ്പ്യാർ പാടിയ ഫയൽമാന്റെ അവസ്ഥ അതെനിക്ക്. ഫയൽമാൻ അടവിൽ ഗംഭീരൻ, പർവ്വതത്തെ വടിപിഴപ്പവൻ, കൃഷകാത്രിയാം ഭാരതൻ മുമ്പിലോ ഉഷിതെല്ലാം ഒഴിഞ്ഞ നിർഗുണൻ. കുഞ്ചൻ നമ്പ്യാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ടെൻഷൻ വേണ്ട. എടോ, താൻ ഭാര്യയുടെ കാര്യം ഓർത്തത് മൂടോട്ടാവണ്ട. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഏത് പെണ്ണും ഒന്ന് അമരും. പിന്നെ അറ്റാച്ച്മെന്റ് മുഴുവൻ കുഞ്ഞിനോടാവും. അതോടെ പ്രശ്നങ്ങളും കുറയും. എന്താ അതിന്റെ സിംറ്റംസ് എല്ലാം കണ്ടു തുടങ്ങിയോ? നമസ്കാരം. ഞാൻ അമ്മാവനോട് സംസാരിച്ചു. വളരെ വലിയ മനുഷ്യൻ. എല്ലാം കമ്മീഷണറോട് പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന് നിൽക്ക് സാറിന് 5 പ്രതികളെ വേണമെന്നല്ലേ ഉള്ളൂ. റാംബോയ്ക്ക് പകരം ഞാൻ ആളിനെ തരാം. 1-2 പേര് വില്ലിങ്ങായി വന്നിട്ടുണ്ട്. അതിലാരെങ്കിലും അങ്ങോട്ട് സ്വീകരിച്ച് ഒപ്പം ഈ പെട്ടി അങ്ങോട്ട് വാങ്ങി എന്റെ റാംബോ എനിക്ക് ഒന്നൂരി തരണം സാർ. അയ്യോ, ഇതാര്? എന്റെ കതിരൂർ കുരുക്കളല്ലേ? വന്നാട്ടെ, എന്നാ പോയാട്ടെ. ഈ കുട്ടാന്നുള്ള വിളി കേൾക്കുന്നത് തന്നെ എനിക്ക് അലർജിയാ. സി ഫ്രോക്കി, എന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ what will you do? I'll shoot them, including the IPS. Okay, okay. അവളുമാരുടെ മുന്നിൽ എനിക്കൊന്ന് ജയിക്കണം. അവരുടെ കണ്ണി എനിക്ക് കാണണം. I want to see the tears. അതാ വരുന്നുണ്ട് മറ്റൊരു കോമഡി ക്യാരക്ടർ. എന്റെ ഫാദർ ഉണ്ടോ? ഉള്ളത് പറയാലോ, ഹാംലെസാ. മർമ്മം ഗോപാലപിള്ള. വാട്ട് മർമ്മം? ആ, his surname. What's that? ആ, ഇരട്ട പേര്. അങ്കിൾ, മീറ്റ് മൈ ഫ്രണ്ട്സ്. നിമ്മി, ഷിമ്മി, സ്വീറ്റി, ഫ്രോക്കി. നൈറ്റ് വന്നില്ലേ മോളെ? അതാരാ മിസ്റ്റർ മർമ്മം? അല്ല, എല്ലാവർക്കും ഡ്രസ്സുകളുടെ പേരാ, അതുകൊണ്ട് ചോദിച്ചാ. മൈ ഡിയറസ്റ്റ് ഫാദർ ഉണ്ടോ? നിന്റെ അങ്കിൾ മൂത്ത് നിൽക്കാണല്ലോടി. അങ്കിൾ ഫിറ്റ് ആണെന്നാ ഇവര് പറയുന്നത്. അങ്കിൾ, ഇതെത്രയാ? ഇതെത്രയാ അങ്കിൾ? അങ്കിളിന്റെ ബോഡിയിൽ എന്താ വൈപ്പ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ കുപ്പിയൊക്കെ കൊണ്ടിട്ട് വരാം. വേഗം കൊണ്ട് കൊടുക്കണേ. ആ കാന്താരിയോട് വരുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയാമോ? ഏതോ ചപ്പട്ട സ്കൂളിലാ പഠിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. മീറ്റ് മൈ സിസ്റ്റേഴ്സ് ഇൻ ലോ, സാവിത്രി ആൻഡ് സംഗീത. നമസ്തേ. ഹായ്. താങ്ക് യു. ഹായ്, നൈസ് കോഫി. സാവിത്രി, ഹൗ ഡു യു മേക്ക് കോഫി? I take milk, then പിന്നൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഷുഗർ. You speak English? Oh sure. She speaks well, you know. Very fluent. Oxford accent. നന്നായിട്ട് സംസാരിക്കും. എന്ത് വേണോ ചോദിച്ചോ. Okay. I'll ask you a question. നിന്റെ അച്ഛനൊരു പട്ടി ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? പറ. My father is a dog. കേട്ടില്ലേ അങ്കിൾ? എന്റെ അച്ഛൻ ഒരു പട്ടിയാണെന്ന്. Okay.
I'll ask you another question. Come on. After marriage, some girls will love their husbands. Some others will still love their brothers. What about you, Savitri? Are you going to love your husband or brother after marriage? My brother is... വിക്കാതെങ്ങ് പറഞ്ഞു കൊടുക്കലടി. Come on. Come on, Sangeeta. ഏട്ടൻ ഞങ്ങൾക്ക് Try to say in English. Sangeeta, start. Sangeeta, just try. Say something. Come on. Please. Come on, Sangeeta. Savitri, please. Just try. Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri, Sangeeta, Savitri. Itu, cheers. See and enjoy. Poor girl. Yay! Done. Thanks, yeah. എന്താ എന്തിനാ കരയുന്നത്? എന്താ അച്ഛാ? നത്തിങ് സഞ്ജു. പോലീസ് കമ്മീഷണറുടെ സിസ്റ്റേഴ്സ് അല്ലേ? ഇംഗ്ലീഷ് അറിയുന്ന കരുതി എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷിൽ എന്തോ ചോദിച്ചു. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. And they started, I, my, you. I don't know the stupid words. ഇംഗ്ലീഷ് അറിയില്ല ഇത് പറഞ്ഞാ പോരെ. കാര്യമാണോ വേണ്ടത്? എല്ലാവരോടും ഞങ്ങൾ കളിയാക്കിയിട്ടാ. പിന്നെ കളിയാക്കാതെ മൈ ഫാദർ ഇസ് എ ഡോഗ് എന്നൊക്കെ പറഞ്ഞ ഞങ്ങളുടെ സെർവൻസ് പോലും ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയല്ലോ. Mr. Sanjeev, you must teach them English. Shut up, bloody. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ഹായ് യാ എന്നൊക്കെ പറഞ്ഞ് കരയിപ്പിക്കാനുള്ളത് അല്ലടി പുല്ലുകളെ ഇംഗ്ലീഷ്. അതൊരു മഹത്തായ ഭാഷയാ. ഷേക്സ്പിയറിന്റെയോ ഷെല്ലിയുടെയൊക്കെ 4 വരി കവിത നിനക്കൊക്കെ തെറ്റുകൂടാതെ പറയാൻ പറ്റുമോ? എന്തേ നാടൻ മദാമ്മമാർക്ക് നാവിറങ്ങിപ്പോയോ? ആദ്യം സ്വന്തം മാതൃഭാഷയും സംസ്കാരവും മനുഷ്യത്വവും ഒക്കെ പഠിക്കണടി. DGPയുടെ മോള് കേൾക്കാൻ വേണ്ടി പറയുക. മെയിലിത്തിന് വാടക മദാമ്മമാരെ വിളിച്ചു വരുത്തിയ കുട്ടികൾ ഇൻസൾട്ട് ചെയ്താലുണ്ടല്ലോ അടിച്ചില്ലതിനെ പല്ല് ഞാൻ കൊഴിക്കും. മകള് വാ. Sorry, Shimi. ഒന്നും പറയണ്ട. ഫൈൻ, വെൽ ഡൺ. നീ ഇൻവൈറ്റ് ചെയ്തിട്ടാ ഞങ്ങൾ വന്നത്. കമ്മീഷണറെക്കാളും DGPയെക്കാളും വലിയ വീടുള്ളവരാണ് ഞങ്ങള്. ഒരു കമ്മീഷണർ വരുന്നടി. പോകാൻ പറ. ഇപ്പൊ മനസ്സിലായില്ലേ മോന്റെ സംസ്കാരം? ശരിയായില്ല സഞ്ജീവ, ഒട്ടും ശരിയായില്ല. എന്റെ മരുമോളെ അവമാനിച്ചു.